കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് സരിതയെയും ബിജു രാധാകൃഷ്ണനെയും എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രത്യേക കോടതിയിൽ എത്തിച്ചത്. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ തനിക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സരിത പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഇല്ലാത്തതിനാൽ കേസ് ഉച്ചയ്ക്ക് 1:30 മണിയിലേക്ക് മാറ്റി. പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തിയ ശേഷം സരിതയുടെ ആവശ്യം കോടതി അദ്ദേഹത്തെ അറിയിച്ചു. പിന്നീട് അദ്ദേഹത്തോട് പുറത്തു നിൽക്കാൻ കോടതി ആവശ്യപ്പെട്ടു. സരിതയെയും അഭിഭാഷകനെയും മാത്രമാണ് സ്വകാര്യമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കോടതി മുറിയിൽ അനുവദിച്ചത്. കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയരുതെന്നും വിശദമായി ഇക്കാര്യങ്ങൾ എഴുതി നൽകാനും കോടതി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച ഇക്കാര്യം എഴുതി നൽകുമെന്ന് അഭിഭാഷകൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കോടതി നിർദ്ദേശമുള്ളതിനാൽ കൂടുതൽ വ്യക്തമാക്കാനാവില്ലെന്ന് അഭിഭാഷകൻ പ്രതികരിച്ചു. പരാതി എഴുതി കൊടുത്തില്ല, പറഞ്ഞു. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല വെച്ചാൽ അത് കോൺഫിഡൻഷ്യലാണ്. അതുകൊണ്ട് നിങ്ങൾ പ്ലീസ് ആ ഡിസ്ക്ലോസ് ചെയ്ത് തന്നെയാണ് പറയരുത്. അതേസമയം സോളാർ ബിസിനസ്സിൽ തനിക്ക് ചില പ്രമുഖരുടെ സഹായം ലഭിച്ചിരുന്നുവെന്ന് സരിത കോടതിയിൽ പറഞ്ഞതായാണ് അറിയുന്നത്. സരിതയ്ക്കും ബിജുവിനും സുരക്ഷ ശക്തമാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.